വിഷയങ്ങളിലേക്ക് വന്നാൽ PC ജോർജ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യത്തിലാണ് ഉള്ളത്. BJP നേതാവ് വീണ്ടും വിവാദ കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. അദ്ദേഹം ലവ് ജിഹാദ് തന്നെയാണ് വീണ്ടും വിഷയമാക്കുന്നത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്നും ഈരാറ്റുപേട്ടയിൽ കണ്ടെത്തിയ സ്ഫോടക ശേഖരം കേരളം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എന്നുമുള്ള പരാമർശമാണ് വിവാദമായത്. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അതിനു മുൻപ് PC ജോർജിന്റെ ഈ പ്രസംഗം, ഈ വിവാദ ഭാഗമൊന്ന് കേൾക്കാം. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച് വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്. തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സ് വരെ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ മനുഷ്യൻ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ പെട്ടെന്ന് ആദ്യം തോന്നുന്ന ചോദ്യം അതാണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിൽ വർഗീയ സംഘർഷമുണ്ടാക്കുന്ന, സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരം പരാമർശങ്ങളിൽ കേസെടുത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് വീണ്ടും ഇതേ രീതിയിലുള്ള പരാമർശങ്ങൾ തുടരുന്നത്. ഈ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ വേണമെന്ന് യൂത്ത് ലീഗ് നിലവിൽ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇത് കൃത്യമായി PC ജോർജ് വീണ്ടും കുരുക്കിലേക്ക് പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും PC ജോർജ് കുരുക്കിലേക്ക് പോവുകയാണ്. പക്ഷെ PC ജോർജ് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഈ ഒരു കുരുക്കാണോ എന്നുകൂടി സംശയിക്കേണ്ടി വരും. ഇത് നിഷ്കളങ്കമായി കേവലം അറിയാതെ ഓരോ തവണയും പറഞ്ഞു പോകുന്ന ഒന്നാണ് എന്ന് കരുതാൻ വയ്യ. PC ജോർജ് ഒരു രാഷ്ട്രീയം കൂടി പറയുകയാണ്. ഒരു കാര്യമുള്ള ശ്രീജ, ഈ ഒരു രീതി, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയും പരിസരത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PC ജോർജ് കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയാണ്. പല വാർത്താ സമ്മേളനങ്ങളും പോലും ഇതേപോലെ സമാനമായ വിവാദ പരാമർശം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ശ്രീജ ചൂണ്ടിക്കാണിച്ചതുപോലെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്നാണ് പരാതിക്കാർ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് മാത്രമല്ല, SDPയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗമായ ഫ്രട്ടേണിറ്റിയും യൂത്ത് കോൺഗ്രസും ഒക്കെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പാലാ പോലീസാണ്, പാലയിലാണ് ഈ സംഭവം നടക്കുന്നത്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ പരിപാടിയിൽ വെച്ചാണ് PC ജോർജ് ഈ പ്രസംഗം നടത്തുന്നത് മിനിയാന്ന്. അതുകൊണ്ട് തന്നെ പാലാ പോലീസ് ഈ ഒരു കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിലും ഈരാറ്റുപേട്ടയിലും എല്ലാം വന്ന പരാതികൾ പാലയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. സ്വാഭാവികമായും കേസെടുക്കാൻ തന്നെയാണ് സാധ്യത. സമാനമായ പരാമർശമാണ് നേരത്തെ പാലാ ബിഷപ്പും നൽകിയിരുന്നത്. ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പരാമർശത്തിനെതിരെ സ്വാഭാവികമായിട്ടും നേരത്തെ കേസെടുത്തിരുന്നു. പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കൊന്നും അന്ന് കടന്നിരുന്നില്ല. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ച് ഒരു പുതിയ കേസ് വരുമോ, യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കേസ് ഈരാറ്റുപേട്ടയിലെ കേസ് വന്ന സമയത്ത് PC ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നത് ഒരു പ്രധാനപ്പെട്ട വാദം, കോടതി കൂടി ഫലത്തിൽ അംഗീകരിച്ചു എന്ന് കരുതേണ്ട ഒരു വാദം, ഈ
ഹൈക്കോടതിയിലെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് അവർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ PC ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നോട്ടീസ് പോലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ അങ്ങനെ അയച്ചിട്ടില്ല, കോടതിയുടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഫലത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു വശത്ത് ഒരുപക്ഷെ കേസ് നടപടികൾ ഉണ്ടായേക്കാം. അതിനുമപ്പുറത്തേക്ക് കോടതിയിലൂടെ PC ജോർജിനെ കുരുക്കാനുള്ള ഒരു നീക്കമാണ് യൂത്ത് ലീഗ് നടക്കുന്നത്. എന്തായാലും തീർച്ചയായും കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ കടക്കേണ്ട ഒരു സംഭവമാണ്. ഈ ലവ് ജിഹാദ് എന്ന വിഷയം, ഇതിൽ രാഷ്ട്രീയവുമുണ്ട്. ലവ് ജിഹാദ് എന്ന വിഷയം മധ്യ കേരളത്തിൽ അത് സജീവമായി ചർച്ചയാക്കി നിർത്തുക, പ്രത്യേകിച്ച് BJP നേതാവായി PC ജോർജ് മാറിക്കഴിഞ്ഞു. അതിനു മുൻപ് അദ്ദേഹം ഇത്തരം പരാമർശം നടത്താറുണ്ട്. നടത്തി സജീവമായി ചർച്ചയാക്കി നിൽക്കുക, ഈ മേഖലയിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വസ്ഥത മുതലാക്കി അത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുക എന്നതാണ് ജോർജ് ലക്ഷ്യമിടുന്നത്. BJPയും ഫലത്തിൽ അതിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തു ശേഖരമൊക്കെ പിടിച്ചെടുത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടി PC ജോർജ് ഇങ്ങനെ ഒരു ആംഗിളാണ് അതിൽ ഉയർത്താൻ ശ്രമിക്കുന്നത്. സമാനമാണ് പരാതിക്കാരെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയവുമുണ്ട്. PC ജോർജിനെ കൃത്യമായി കൊടുക്കുന്നതിലൂടെ PC ജോർജിനെതിരെ അത്രയധികം പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയാൾ എന്നുള്ള നിലയിൽ അത്രയധികം PC ജോർജ് വിരുദ്ധ വികാരമുണ്ട്. അതും ഉപയോഗിക്കുക എന്നുള്ളതുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരാളും നടത്താൻ പാടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ എല്ലാ നടപടി സ്വീകരിക്കുമെന്നാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് യൂത്ത് ലീഗിന്റെ നടപടി വന്നിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ തീരുമാനം വരണം. പോലീസ് കേസെടുക്കുമോ എന്നുള്ളത് ഒരു വശത്ത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് ഈ ജാമ്യ വ്യവസ്ഥ ലംഘനം ചൂണ്ടിക്കാണിച്ച് കോടതി എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നും അറിയണം. ശ്രീജ, തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇതങ്ങനെ നിഷ്കളങ്കമോ അറിയാതെ സംഭവിച്ചതോ ഒന്നുമാകാൻ ഒരു സാധ്യതയുമില്ല. PC ജോർജ് കേരള സമൂഹത്തിന് മുൻപിൽ കഴിഞ്ഞ കുറേ കാലമായുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം PC ജോർജിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ഇത്തരം പരാമർശങ്ങൾ നിരന്തരം നടത്തുന്നതിൽ. പക്ഷേ അദ്ദേഹം നിലവിൽ തന്നെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ജാമ്യത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ കോടതിക്ക് മുന്നിലേക്ക് ഇത് എത്തിയാൽ ഒരുപക്ഷെ ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ ആയിരിക്കും. സത്യം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുന്നു എന്നൊരു വാദമൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും തുടർച്ചയായി ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് അദ്ദേഹം ഒരു പതിവാക്കിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വിയോജിപ്പുള്ള ഒരു കാര്യം, ഈ 19-20 വയസ്സൊക്കെ ആവുമ്പോഴേക്കും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാദങ്ങളോട് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമ്മളൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് പെൺകുട്ടികൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല. അവർക്ക് അവരുടേതായ ജീവിത ലക്ഷ്യങ്ങൾ ഇനിയുമുണ്ട് എന്നാണ് അദ്ദേഹത്തെ പോലുള്ളവർ തിരിച്ചറിയുക എന്നൊരു സംശയം മാത്രം ബാക്കിയുണ്ട്.